ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ കാതോട് കാതോരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് വേണ്ട അർജുനും മീനും എല്ലാവരുടെ നാട്ടിലേക്ക് എത്തുകയാണ്. അപ്പോൾ മീനുവിനാകെ നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ, എന്താ ചെയ്യേണ്ടത് എന്നറിയില്ല. അപ്പോൾ കുറച്ച് ദൂരം ചെന്നപ്പം അർജുൻ വണ്ടി ഒന്ന് നിർത്തുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അർജുൻ വണ്ടി നിർത്തി. എന്താ മീനു എന്ന് ചോദിച്ചപ്പോൾ അർജുൻ പറയാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഗൗതവും അഖിലയും ആ കൂടെ ഇറങ്ങി. ഞാനും അഖിലയും നിങ്ങളുടെ വീട്ടിലേക്ക് വരണോ? ഞാനും അഖിലയും ഒരു ഓട്ടോ വിളിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് പോയിക്കോളായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതൊക്കെ മീനു മറന്നോ? മറന്നതല്ല. അതെ, എന്താണെന്നറിയില്ല, ഞങ്ങളോട് അങ്ങോട്ട് വന്ന അരുതാത്തത് എന്തൊക്കെയോ നടക്കുമെന്ന് മനസ്സ് വല്ലാണ്ട് പേടിക്കുന്നു. അച്ഛൻ കടം വീട്ടിയതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് വന്നോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത് എന്ന് പറഞ്ഞു അഖില. എന്താണെങ്കിലും ദേഷ്യത്തിലെ അമ്മ, അങ്ങോട്ടേക്ക് വരാതിരിക്കുന്നത് തന്നെയല്ലേ നല്ലത്. അതെ, നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വാസമില്ലേ എന്ന് ചോദിച്ചു. അപ്പം മിണ്ടുന്നില്ല കേട്ടോ. എടോ, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ നിങ്ങൾ എന്തിനാ ഈ പേടിക്കുന്നത് എന്ന് ചോദിച്ചു. ദേ, എന്ത് പ്രശ്നം ഉണ്ടായാലും ഞങ്ങൾ അതിനെ നേരിടും, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക, എന്തിനാ വിഷമിക്കുന്നത് എന്ന് ചോദിച്ചു. പിന്നെ അമ്മ കയറി ചെല്ലുമ്പോൾ എന്താണെങ്കിലും കുറേ വർത്തമാനങ്ങൾ ദേഷ്യപ്പെടും, വായിക്ക് തോന്നുന്നതൊക്കെ വിളിച്ചു പറയുകയും ചെയ്യും. പക്ഷെ അതെങ്ങനെ തടയിടണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് നോക്കു മീനു, എന്ത് പ്രശ്നം ഉണ്ടായാലും അപ്പം തന്നെ സംസാരിച്ച് തീർക്കുന്നതാണ് നല്ലത്. ഇനി നീട്ടി വെച്ചാൽ അത് കൂടുതൽ വഷളാവുകയുള്ളൂ. മനസ്സിലായോ തനിക്ക് പറഞ്ഞത്? ദേ, ഇന്ന് തീരണം ഈ പ്രശ്നം. എന്ത് സംഭവിച്ചാലും നീ നേരിടാനുള്ള ധൈര്യം വേണം, പേടിച്ച് പിന്മാറല്ല ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മിണ്ടാതിങ്ങനെ നിന്നു. അതെ, ഇനി എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി തീരുമാനം എടുക്കേണ്ടത് നിങ്ങൾ രണ്ടുപേരുമാണ്. എന്ത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞങ്ങളുടെ കൂടെ വേണേ, ഞങ്ങളെ രണ്ടുപേരെയും വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വന്നാൽ മതി, അല്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തീരുമാനം എടുക്കാം എന്ന് പറഞ്ഞു. ചേച്ചി എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു അഖില. അപ്പം മീനു നിന്നിട്ട് അർജുൻ വണ്ടി എടുക്കുക, നമുക്ക് പോവാം എന്ന് പറഞ്ഞു. നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ നമുക്ക് പോവാം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ 4 പേരും വേണ്ട അങ്ങോട്ടേക്ക് തന്നെ പുറപ്പെട്ടു. അപ്പം പിന്നെ കാണുന്നത് മഹേന്ദ്രനെയാണ്. മഹേന്ദ്രൻ ആകെ വെകിളി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. അപ്പോൾ അച്ഛൻ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ, ആകെ വിഷമിച്ചിരിക്കുകയാണ് 2 പേരും. ഇനി എന്ത് ചെയ്യും? പ്രഭാവതിയുടെ ഈ സൂക്കട് കണ്ടിട്ടാണെങ്കിൽ ഒരു രക്ഷയില്ല താനും. അപ്പോൾ അവർ 2 പേരും ഇങ്ങനെ നിന്നപ്പോഴത്തേനും അപ്പോൾ അച്ഛനിങ്ങനെ പറയുകയാണ്, അല്ല ഇനി അവർ നാട്ടിലെത്തിയെന്നല്ലേ അച്ഛാ പറഞ്ഞത് എന്ന് ചോദിച്ചു. അതെ, അവരിപ്പോൾ എത്തേണ്ട സമയമായി, അവരിപ്പോൾ എത്തുമായിരിക്കും എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശൻ. ഇനിയിപ്പോൾ വന്നാൽ എന്തൊക്കെയാണാവോ ഉണ്ടാകാൻ പോണതെന്ന് ഓർക്കുമ്പോഴാണ് മഹേന്ദ്ര, ഒറ്റ കാര്യമുള്ളൂ, നീ ഇടപെട്ട് ഒരു പ്രശ്നമില്ലാതെ നീ നോക്കണം. അർജുനും മീനുവും ചെയ്തത് ഒന്നും തെറ്റല്ല. അവർ ഭാര്യമാരെ കൂട്ടിപ്പോയത് ടൂറ് പോയതോ 4 ദിവസം അവർ സന്തോഷത്തോടെ കഴിഞ്ഞു. എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിലെന്താ തെറ്റെന്ന്. അതെ, പ്രഭാവതിയും അർജുനോടെയും ഗൗതത്തിനെയും എന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, അതൊന്നും എനിക്ക് വിഷയമേ അല്ല. പക്ഷേ മീനുവിനെയും അഖിലയെയും ഒന്നും പറയരുത്. അതെ, വന്നു കയറിയ മരുമക്കളവര്, അവരെ വിഷമിപ്പിക്കരുത്, മനസ്സിലാവുന്നുണ്ടോ? ആ പാവങ്ങളെ എന്തിനാ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? അവരെ അപമാനിക്കാൻ കിട്ടിയിരിക്കുന്ന അവസരം ആഘോഷാക്കുന്ന ആ പ്രഭാവതി. അല്ല നന്നാ, എങ്ങനെ അവളെ തടഞ്ഞു നിർത്തുമെന്ന് എനിക്കറിയില്ല അച്ഛാ എന്ന് പറഞ്ഞു. രാജേന്ദ്രനെ എനിക്കറിയാവുന്നത് പോലെ വേറെ ആർക്കും അറിയില്ല. വാശിക്കാരനവൻ. പ്രഭാവതി കൂടുതൽ പ്രശ്നം വഷളാക്കിയാൽ രാജേന്ദ്രൻ അവൻ്റെ മക്കളെയും കൂട്ടി പോവും. പിന്നെ ഈ ബന്ധം വേണ്ടാന്ന് വയ്ക്കും. എന്നേക്കുമായിട്ട് ബന്ധം വേർപെടുത്തും രാജേന്ദ്രൻ. എനിക്കത് ഓർക്കുമ്പോഴാണ് എന്ത് നടക്കുമെന്ന് എനിക്കറിയില്ല അച്ഛാ. സന്തോഷത്തോടെ യാത്ര പോയതാ 4 പേരും. അതിനിടയിലോ ഈ പ്രഭാവതി. അപ്പോൾ അത് ഇറങ്ങുകയാണ്. എന്താ ചെയ്യേണ്ടത്? അപ്പോൾ പ്രഭാവതി ഇറങ്ങി വരികയാണ്. എന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് രാക്ഷസി നിൽക്കാല്ലേ. കാഞ്ചനെ, ആ ചൂലിങ്ങോട്ട് എടുത്തിട്ട് വാ എന്ന് പറഞ്ഞു. അന്ന് കാഞ്ചന ചൂലെടുത്തോണ്ട് വന്നു. ദാമേ, ആ ഒരു കാര്യം ചെയ്യാം, നീയേ ആ വാതിൽ അങ്ങോട്ടേക്ക് പുറത്ത് നടക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ കാഞ്ചന വേഗം വാതിൽ പുറത്ത് നടക്കുകയാണ്, വളരെ അനുസരണയുള്ള കുട്ടിയെ പോലെ. അപ്പോൾ മഹേന്ദ്രനും അച്ഛനും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ ഇത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മഹേന്ദ്രൻ ഒരു എന്താ പറയുക, ഒരു കഴിവില്ലാത്തവരെ പോലെയാണ്. ഒറ്റയടി കൊടുത്താൽ നേരെയാവുന്ന കാര്യമേ ഉള്ളൂ. സത്യത്തിൽ നമുക്കാണെങ്കിലും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ തോന്നും കേട്ടോ. അപ്പോൾ ഇതാണ്ട് പ്രഭാവതി ചൂല് ചാരി വെക്കുക എന്ന് പറഞ്ഞു. പ്രഭാവതി, എന്തിനാ വാതിലടച്ചത്? ഇഴജന്തുക്കൾ അകത്ത് കിടക്കാതിരിക്കാൻ, അതിനാ വാതിലടച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും മിണ്ടാതെ നിന്നു. ഇഴജന്തുക്കളല്ല, സ്വന്തം ഇവിടുത്തെ മക്കളും മരുമക്കളും വീട്ടിൽ കയറാതിരിക്കാനല്ലേ നീ വാതിലടച്ചത്? അതെ,
അത് തന്നെയാ. അവർ വീടിനേക്കകത്തേക്ക് നുഴഞ്ഞു കയറരുതല്ലോ, അതുകൊണ്ട് തന്നെ വാതിലടച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും മിണ്ടിയില്ല. രണ്ടുപേരോടായിട്ട് പറയാം, നിങ്ങൾ ഈ പ്രശ്നത്തിൽ ഇടപെടരുത്. അവരെ പൂർണ്ണമായിട്ട് സ്വീകരിച്ച് എന്താണെങ്കിലും അവരെ ആനയിക്കാനല്ല നിൽക്കുന്നത്. എൻ്റെ വാക്കുകൾ ധിക്കരിച്ച അവർക്ക് മര്യാദയില്ലാത്തത് ഞാൻ കൊടുത്തിരിക്കും. നിങ്ങൾ ഇടപെടണ്ട എന്ന് പറഞ്ഞു. മരുമക്കൾ വന്ന സന്തോഷത്തിൽ വിളക്ക് കാണിച്ച് അകത്തേക്ക് കൊണ്ടുപോകാൻ രണ്ടുപേരും ശ്രമിക്കണ്ട, ഞാൻ അതിന് അനുവദിക്കില്ല. പ്രഭാവതി, എന്താ ഇത് എന്ന് ചോദിച്ചു. വേണ്ട, ഉപദേശം വേണ്ട, എനിക്കൊന്നും കേൾക്കുകയും വേണ്ട എന്ന് പറഞ്ഞു. അവരെന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് പ്രഭാവതി? താലി കെട്ടിയ ഭാര്യമാരെയും കൂട്ടി അവരൊന്ന് കറങ്ങാൻ പോയി. ഇതിനിപ്പം നീ എന്തിനാ ഇത്ര വലിയ വിഷയമാക്കുന്നത് എന്ന് ചോദിച്ചു അച്ഛൻ. നീ എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത്? പ്രശ്നം അത് ഞാനാ ഉണ്ടാക്കുന്നത് അല്ലേ? കൊള്ളാം, നന്നായി. അല്ല, എല്ലാ പ്രശ്നത്തിനും കാരണം ഞാൻ തന്നെയാ അല്ലേ? ആരാ കാരണക്കാരൻ എന്ന് ചോദിച്ചു. ഞാൻ എന്താ പറഞ്ഞത്? തരാനുള്ള കടം വീട്ടിയതിന് ശേഷം മക്കളെ ഇങ്ങോട്ടേക്ക് വീട്ടാൽ മതി എന്നല്ലേ പറഞ്ഞത്? അതുവരെ യാതൊരു ബന്ധം പാടില്ല എന്ന് ഞാൻ പറഞ്ഞു. സമ്മതിച്ചതല്ലേ അപമാനിയായ അവരുടെ അച്ഛൻ? എന്നിട്ടിപ്പം നടന്നതോ എന്ന് ചോദിച്ചു. എന്നിട്ട് വാക്ക് തെറ്റിച്ചത് ആരാ? നിങ്ങൾ പറ, എന്നാ മിണ്ടാത്തത്? പ്രശ്നത്തിന് കാരണം ആരാ? അപ്പം മിണ്ടുന്നില്ല രണ്ടുപേരും. പിന്നെ കടം കൊടുത്ത കാശ് തിരികെ ചോദിക്കുന്നത് തെറ്റാണോ എന്ന് ചോദിച്ചോടനെ കാഞ്ചന, അമ്മ അത്രയല്ലേ ചെയ്തുള്ളൂ. പിന്നെ കടം കൊടുത്തത് അമ്മ അറിയാതെ കടം കൊടുത്തത് ചെയ്ത തെറ്റ് നിങ്ങളാണ് തെറ്റ് ചെയ്തത്. നാണവും മാനവും മര്യാദ ഉണ്ടായിരുന്നെങ്കിൽ അവർ ഭർത്താക്കന്മാരുടെ കൂടെ ടൂർ പോവായിരുന്നോ? ഇനി അവർ വിളിച്ചാൽ തന്നെ ഞങ്ങളുടെ അച്ഛൻ കടം വിട്ടതിന് ശേഷം വരാം എന്നല്ലേ മര്യാദയുള്ളവർ പറയുക. എന്നിട്ടിപ്പോൾ അഭിമാനിയായി അവളുടെ അച്ഛൻ എന്തുകൊണ്ട് അവളുടെ ഭർത്താക്കന്മാർക്കൊപ്പം വിട്ടു? ഉത്തരം സിമ്പിൾ, അയാൾക്ക് കടം വിടാൻ കഴിയില്ല. എങ്ങനെയെങ്കിലും മക്കളെ ഇവിടെ കയറ്റണം. അതിനാ ഇപ്പത്തെ ഭർത്താക്കന്മാരെ വശീകരിക്കാൻ വിട്ടതാ. എന്തറിഞ്ഞിട്ടടി നീയൊക്കെ സംസാരിക്കണത്? അവരുടെ ഭർത്താക്കന്മാരല്ല കാര്യങ്ങൾ തീരുമാനിക്കണത്, ഞാനാ. എൻ്റെ കാശ് തിരികെ തരാൻ കഴിയാത്ത നാണം കെട്ട രാജേന്ദ്രൻ, അയാൾ എന്തിനാ ജീവിച്ചിരിക്കണത്? പോയി ചത്തൂടെ? പ്രഭാവതി, കൂട്ടുകാരനെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് പൊള്ളിയില്ലേ എന്ന് ചോദിച്ചു. കാണിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സമയത്താണ് ഇവർ ഇതേണ്ട കയറി വരുന്നത്. 4 മക്കളും ഭയങ്കര സന്തോഷത്തിൽ കയ്യിൽ ട്രോഫിയൊക്കെ പിടിച്ചാണ് കയറി വരുന്നത് കേട്ടോ. അപ്പം പിന്നെ പറയണ്ടല്ലോ, ഇങ്ങനെ നോക്കി നിൽക്കുവാണ് പ്രഭാവതിയും കാഞ്ചനയും. പിടിച്ചകത്തേക്ക് കയറി വന്നു. അന്നേരത്തേനും നിൽക്കവിടെ എന്ന് പറഞ്ഞു. അമ്മേ ദേവി, ഇത് ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. അർജുൻ വേണ്ട എന്ന് പറഞ്ഞു. എന്നിട്ട് ആക്രോശിച്ചിങ്ങനെ നിൽക്കുകയാണ് പ്രഭാവതി. നീ ഒരക്ഷരം മിണ്ടരുത് എന്ന് പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരുടെ നീയും നിൻ്റെ അനിയനും ഒരക്ഷരം മിണ്ടിപ്പോവരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഗൗതവും മിണ്ടാൻ നിൽക്കുക. ഞാൻ പറയും, അത് നീ അങ്ങോട്ടേക്ക് കേട്ടച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ മീനുവും അഖിലയും ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ് കേട്ടോ. എന്താ പറയാനും. കാഞ്ചന, ആരെങ്കിലും എന്നോട് എതിർത്ത് സംസാരിച്ചാൽ അടുപ്പിൽ നിന്ന് കത്തുന്ന വിറകെടുത്തിട്ട് വരണം. ഞാൻ സ്വയം തീ കൊളുത്തി അവർക്ക് മുന്നിൽ അങ്ങ് തീരും. അതാ എന്നെ തീരുമാനം. അമ്മ തന്നെ മരിക്കണ്ടമ്മേ, ഞാനും ഉണ്ട് അമ്മയുടെ കൂടെ എന്ന് പറഞ്ഞു. എൻ്റെ മക്കളെ കൂട്ടിക്കൊണ്ടുപോയി നാട് ചുറ്റിട്ട് വരാനായിട്ട് നിങ്ങൾക്ക് ഇത്രയ്ക്ക് ധൈര്യമോ? നാണമുണ്ടോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു മിണ്ടിയില്ല കേട്ടോ. നിങ്ങളുടെ അച്ഛനും ഒക്കെ ചോറ് തന്നെയാണോ തിന്നണത്? അമ്മേ വേണ്ട, മിണ്ടരുത് നീ എന്ന് പറഞ്ഞു അർജുനോട് വീണ്ടും. തീ കൊളുത്തുവെന്ന് ഞാൻ പറയുന്നത് വെറുതെ അല്ല, ഉറപ്പായിട്ട് ഞാൻ കൊളുത്തും, അതിനൊരു സംശയം വേണ്ട. സ്വന്തം അമ്മ മുന്നിൽ വച്ച് നീ കാരണം പെറ്റമ്മ മരിച്ചു പോയെന്ന് നാട്ടുകാർ പറയും. അത് വേണോ? എന്താ ചെയ്യേണ്ടത്? മിണ്ടാതിരിക്കട അവിടെ എന്ന് പറഞ്ഞു. അപ്പോൾ അർജുൻ മിണ്ടുന്നില്ല. പിന്നെ അർജുൻ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് മഹേന്ദ്രനും അച്ഛനും ഒക്കെ നിൽപ്പുണ്ട് കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടല്ലേ നിങ്ങളുടെ അച്ഛനോട് ഞാൻ പറഞ്ഞത് കടം വീട്ടാതെ മക്കളെ വീട്ടിൽ കയറ്റില്ലാന്ന്? വാങ്ങിയ കടം തിരികെ തരാതെ പിന്നെ എന്തിനാ നിങ്ങളിങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ചു. നാണമില്ലേ നിങ്ങൾക്ക്? വലിയ കുടുംബ മഹിമ പറയാറുണ്ടല്ലോ നിൻ്റെ അച്ഛൻ. നിൻ്റെ അച്ഛൻ്റെ കുടുംബ മഹിമ കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ, ആത്മാഭിമാനം ഉണ്ടായിരുന്നുവെങ്കിൽ പറഞ്ഞ വാക്ക് തെറ്റിച്ച ഭർത്താക്കന്മാരോടൊപ്പം നാട് തണ്ടാനായിട്ട് പോകുമായിരുന്നോ നിങ്ങൾ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവരിങ്ങനെ പറഞ്ഞ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ കാഞ്ചന അവിടെ നിൽപ്പുണ്ട്. അതെ എടാ, നിങ്ങളും പെറ്റമ്മയെ മറന്ന് ഇവർക്കൊപ്പം പോയി. എൻ്റെ വാക്കിന് യാതൊരു വിലയും തന്നില്ല. നന്നായി മക്കളെ, നന്നായി. നിങ്ങൾ ചെയ്തത് വളരെ നന്നായി. നിങ്ങളുടെയൊക്കെ മനസ്സിലിരിപ്പ് എനിക്ക് നന്നായി മനസ്സിലായി.
എന്തിനാമേ ഇവരെ കുറ്റം പറയണത്? രണ്ടും പാവങ്ങളാ. ഇവരെ രണ്ടുപേരും ചിരിച്ചു മയക്കി ഇവരെ കൂട്ടിക്കൊണ്ടു പോയതാ. ഇവരെ ഇതിൻ്റെ കയ്യും കാലും കാണിച്ചപ്പം ഇവരങ്ങ് വീണു. ചേച്ചി, ആവശ്യമില്ലാതെ ഇവരെ കുറ്റപ്പെടുത്തണ്ട എന്ന് പറഞ്ഞു ഗൗതം. പോകണ്ട, വരുന്നില്ല എന്നൊക്കെ ഇവർ പറഞ്ഞതാ. ഞാനും ഏട്ടനെ നിർബന്ധിച്ചിട്ടാ ഇവരെ കൂട്ടിക്കൊണ്ടു പോയത്. അപ്പോൾ ഇതുകൊണ്ട് വേഗം, അതെ, എന്തിനാ കയ്യും കാലം കാണിച്ച് ഇവരെ വഷളാക്കുന്നത്? അല്ല, അതിൻ്റെ ആവശ്യം എന്താ? ഇവരെ ഞങ്ങളെ താലി കെട്ടിയ ഞങ്ങളുടെ ഭാര്യമാരാ എന്ന് പറഞ്ഞു. നിർത്തട എന്ന് പറഞ്ഞു. അല്ല, നിങ്ങൾ നിർബന്ധിച്ചാൽ ഇവർ വരാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു. അച്ഛൻ കൊടുത്ത വാക്ക് പാലിക്കണമെന്നുള്ള ഒഴിഞ്ഞു മാറുകയല്ലേ ചെയ്യേണ്ടത്? എന്നിട്ട് ഇവർ കാണിച്ചതോ? നല്ല കുടുംബത്തിൽ പറഞ്ഞവരൊക്കെ അങ്ങനെയാ ചെയ്യുക, അല്ലാതെ എങ്ങനെയാ? നല്ല കുടുംബം എന്ന് പറഞ്ഞ് കാർക്കിച്ചൊരു തുപ്പ് നമ്മുടെ പ്രഭാവതി. അതെ, മതി, നിർത്താം. എന്താണെങ്കിലും പൈസ രാജേന്ദ്രൻ തരും. അവൻ അഭിമാനിയാ, ഒരു സംശയം വേണ്ട. അഭിമാനിയാ, അഭിമാനി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം മീനൂനാണെങ്കിൽ അട്ടി കിട്ടിയ പോലെ ആയിപ്പോയി. നിങ്ങൾ ഇവരെ വിളിച്ച് അകത്തേക്ക് കയറിപ്പോ മക്കളെ എന്ന് മുത്തശ്ശൻ പറയാണ്. കാശ് തരാതെ ഇവരെ ഞാൻ ഈ വീട്ടിൽ കയറ്റില്ല എന്ന് ഉറച്ച വാശിയിലാണ്. അതെ, എന്താണെങ്കിലും പറഞ്ഞാൽ കൂടിപ്പോകും. വാങ്ങിച്ച കടത്തെക്കുറിച്ച് ഓർമ്മയില്ല, ബാക്കി എല്ലാം നല്ല ഓർമ്മയുണ്ട്. അവളുടെയൊക്കെ ഒരു സമ്മാനം മിസ്റ്റർ ആൻഡ് മിസ്സസ് കോണ്ടക്സ്റ്റ് എന്ന് പറഞ്ഞ് കയ്യിലിരുന്ന ട്രോഫി വാങ്ങിച്ചിട്ട് അയ്യോ രണ്ട് മികച്ച കപ്പിൾസ് എന്ന് പറഞ്ഞ് ഇതെടുത്തെറിയാണ് നമ്മുടെ പ്രഭാവതി. ഇത് കണ്ടപ്പോഴത്തേനും മീനുവിൻ്റെ ചങ്ക് തകർന്നു പോയിട്ടോ. മഞ്ഞാകെ സങ്കടത്തിലായി. വഴി തെറ്റിക്കാണോ നീ ഇവനെ? നിന്നെ ഞാൻ എന്ന് പറഞ്ഞ് മീനുവിൻ്റെ നേരെ കൈയൊങ്ങി. തൊട്ടുപോകരുത് അവളെ എന്ന് പറഞ്ഞ് ഇടയ്ക്ക് കയറി അർജുൻ. അനങ്ങിപ്പോവരുത് എന്ന് പറഞ്ഞു. ഓഹോ, അപ്പോൾ നീ എനിക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനമില്ല അല്ലേ എന്ന് ചോദിച്ചു. ഇന്നലെ വന്ന ഇവളുമാരുടെ തലേണ മന്ത്രത്തിൽ പെറ്റമ്മയെ മറന്ന് നീങ്ങി ചാടിക്കളിക്കാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവരിങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ്. പ്രഭാവതി, കാഞ്ചനെ ആ ചൂലും എടുക്കുക എന്ന് പറഞ്ഞു ചൂലും എടുത്തുകൊണ്ട് പ്രഭാവതി അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് ചൂലും കാണിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ കൃത്യസമയത്ത് തന്നെ ഏതാണ്ട് രാജേന്ദ്രൻ അങ്ങോട്ടേക്ക് എത്തുകയാണ്. കയ്യിലൊരു ബാഗൊക്കെ ആയിട്ടോ ആൾ വരണത്. ആൾ സന്തോഷത്തിലാണ് കയറി വരണത്. കയറി വന്നിട്ട് നമസ്കാരം പ്രഭാവതി എന്ന് പറഞ്ഞു. മുൻപ് പ്രഭാവതി എൻ്റെ വീട്ടിൽ വന്നിരുന്നു. കടമായി വാങ്ങിയ 50 ലക്ഷം രൂപയും പലിശയും തിരികെ തന്നതിന് ശേഷം മക്കളെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടാൽ മതി എന്ന് അന്ന് പ്രഭാവതി പറഞ്ഞിരുന്നു. അപ്പോൾ പ്രഭാവതി ഇങ്ങനെ നിൽക്കുകയാണ്, എന്താണ് എന്നിങ്ങനെ പറയുന്നതെന്നറിയാതെ. അപ്പോൾ കുറേ നേരം നിന്നിട്ട് അപ്പോൾ പ്രഭാവതിയോട് നാട്ടുകാർക്കും വീട്ടുകാർക്കും മുൻപിൽ എന്നെ അപമാനിച്ചു, എന്നിട്ട് എൻ്റെ മക്കളെ പറഞ്ഞു വിട്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ നിൽക്കുകയാണ് ഇവരെല്ലാവരും കേട്ടോ. കടം വീട്ടാതിരിക്കുന്നവനല്ല ഈ രാജേന്ദ്രൻ. അതുകൊണ്ട് പ്രഭാവതി പറഞ്ഞതുപോലെ 50 ലക്ഷവും പലിശയും ചേർത്ത് 55 ലക്ഷം രൂപയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. പ്രഭാവതിയുടെ കണ്ണ് തള്ളി ബുളുസ പോലെ കയ്യിലിരുന്ന ചൂലും താഴെ വീണു. പിന്നെ പറയണ്ടല്ലോ. എന്താ പ്രഭാവതി, വിശ്വാസമായില്ലേ? ഈ പ്രഭാവതി ഈ പൈസ വാങ്ങിയിട്ട് എൻ്റെ മക്കളെ അകത്ത് കയറ്റണം എന്ന് ഉടനെ വളരെ ദയനീയമായത് മട്ടിൽ രാജേന്ദ്രൻ ഇങ്ങനെ പറയാണ്. ഈ പ്രഭാവതിയുടെ കിളി പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആളാകെ ചുറ്റി തിരിഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അയ്യോ, എന്താ പ്രഭാവതി ഇങ്ങനെ നോക്കുന്നത്? ഞാൻ രാജേന്ദ്രനാ, എന്നെ മനസ്സിലായില്ലേ? പ്രഭാവതി അന്ന് എന്നെ ആക്ഷേപിച്ചില്ലേ? എന്താ പൈസ ഉണ്ടോയെന്ന് വിശ്വാസമില്ലേ? അകത്ത് പോയി എണ്ണി നോക്കിക്കോ, എന്നിട്ട് മതി. അപ്പോഴും പ്രഭാവതി ആകെ കലങ്ങി മറിഞ്ഞ പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരടിയായി പോയി പ്രഭാവതിക്ക്. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിൽ ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.